പണമല്ല, തൻ്റെ ഭ്രാന്തൻ ആശയങ്ങളാണ് തന്നെ നയിക്കുന്നത് എന്ന് ഇലോൺ മസ്ക് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി എന്താണ് മനുഷ്യനെ ഒരു മൾട്ടി പ്ലാനറ്ററി ജീവിയാക്കാനുള്ള ദൗത്യം? ബഹിരാകാശത്ത് ഒഴുകി നടക്കുന്ന സോളാർ പവേഡ് ഡാറ്റാ സെൻ്ററുകൾ, ചന്ദ്രനിൽ കോളനികൾ സ്ഥാപിക്കുന്ന ലൂണർ ഇക്കോണമി, മനുഷ്യൻ്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിക്കുന്ന ന്യൂറാലിങ്ക്, ഭൂമിക്കടി തുരന്ന് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്ന ബോറിംഗ് കമ്പനി, ഇങ്ങനെ തുടങ്ങി മസ്കിൻ്റെ പരീക്ഷണങ്ങൾ വിജയിക്കുമോ? വിശദമായി നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. ചരിത്രം തിരുത്തിക്കുറിച്ചിരിക്കുകയാണ് ഇലോൺ മസ്ക്. ഇന്നേ വരെ കാണാത്ത ഒരു സാമ്പത്തിക സാമ്രാജ്യത്തിൻ്റെ അധിപനായി ഇലോൺ മസ്ക് മാറിയിരിക്കുന്നു. ഭൂമിയിലെ ആദ്യത്തെ ട്രില്യണയർ അഥവാ ലക്ഷം കോടിപതി. ശതകോടീശ്വരന്മാർ ഒരുപാടുള്ള ഈ ഭൂമിയിൽ $1 ട്രില്യൺ എന്ന മാന്ത്രിക സംഖ്യ ആദ്യമായി തൊടുന്ന മനുഷ്യൻ. പല വികസിത രാജ്യങ്ങളുടെയും GDP-യേക്കാൾ കൂടുതൽ. ടെസ്ലയുടെ ഓഹരി വിലയിലുണ്ടായ അഭൂതപൂർവമായ മുന്നേറ്റവും സ്പേസ് എക്സിൻ്റെ കുതിപ്പുമാണ് മസ്കിനെ ഈ ചരിത്ര നേട്ടത്തിൽ എത്തിച്ചിരിക്കുന്നത്. ബഹിരാകാശവും ഭൂമിയും ഒരേപോലെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിയാണ് മസ്കിൻ്റെ ജൈത്രയാത്ര തുടരുന്നത്. മസ്കിൻ്റെ കമ്പനികളായ സ്പേസ് എക്സ്, ടെസ്ല, സ്റ്റാർലിങ്ക്, XAI, ന്യൂറാലിങ്ക്, ബോറിംഗ് കമ്പനി എന്നിവയെല്ലാം ഒറ്റപ്പെട്ടു നിൽക്കാതെ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട ഒരു വലിയ ഇക്കോസിസ്റ്റമാക്കി മാറ്റിയിരിക്കുകയാണ്. സ്പേസ് എക്സിൻ്റെ യഥാർത്ഥ മൂല്യം $780 ബില്യൺ എങ്കിലും $1.8 ട്രില്യൺ എന്ന വലിയ മൂല്യമാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിലെ $1 ട്രില്യൺ അന്തരം എന്ന് പറയുന്നത് മസ്കിൻ്റെ വീക്ഷണത്തിനും കഴിവിനും ലോകം നൽകുന്ന വിശ്വാസത്തിൻ്റെ ട്രസ്റ്റിൻ്റെ വിലയാണ്. മസ്ക് തൻ്റെ മുഴുവൻ മൂലധനവും വലിയ റിസ്ക് എടുത്ത് പുതിയ വമ്പൻ പദ്ധതികളിലേക്ക് വീണ്ടും നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. മസ്കിൻ്റെ സ്വന്തം AI മോഡലായ ഗ്രോക്ക് വലിയ വിജയം അല്ല എങ്കിലും അതിനായി നിർമ്മിച്ച കൂറ്റൻ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിക്കുന്നതിന് ഗൂഗിളും ആന്ത്രോപ്പിക്കും പ്രതിമാസം 22,000 കോടി രൂപയോളം മസ്കിന് നൽകുന്നുണ്ട്. മനുഷ്യനെ മറ്റൊരു ഗ്രഹത്തിൽ എത്തിക്കുക എന്നത് സ്പേസ് എക്സിൻ്റെ മസ്ക് കാണുന്ന വലിയൊരു സ്വപ്നമാണ്. ഭൂമിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും മനുഷ്യവംശം നിലനിൽക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് സ്റ്റാർഷിപ്പ് പേടകങ്ങൾ മസ്ക് വികസിപ്പിക്കുന്നത്. ഭൂമിയിൽ ഡാറ്റാ സെൻ്ററുകൾ പ്രവർത്തിപ്പിക്കുമ്പോഴുണ്ടാകുന്ന എനർജി, വാട്ടർ ക്രൈസിസ് തുടങ്ങിയവ മറികടക്കാൻ സൂര്യപ്രകാശവും തണുപ്പും യഥേഷ്ടം ലഭിക്കുന്ന ബഹിരാകാശത്ത് ഭാവിയിൽ സോളാർ പവേഡ് AI ഡാറ്റാ സെൻ്ററുകൾ സ്ഥാപിക്കാനായി മസ്ക് ലക്ഷ്യമിടുന്നു. ഒപ്പം ചന്ദ്രനെ ഒരു സാമ്പത്തിക കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ ചന്ദ്രനിൽ മനുഷ്യ കോളനികൾ സ്ഥാപിക്കാനുള്ള നീക്കങ്ങളും മസ്ക് സജീവമാക്കുന്നു. മനുഷ്യൻ്റെ തലച്ചോറിനെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്ന വിപ്ലവകരമായ സാങ്കേതിക വിദ്യയാണ് ന്യൂറാലിങ്ക്. പക്ഷാഘാതം വന്നവർക്കും കാഴ്ചശക്തിയില്ലാത്തവർക്കും പുതിയൊരു ജീവിതം നൽകാൻ ഇതിന് കഴിയും എന്ന് മസ്ക് പറയുന്നു. നഗരങ്ങളിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി ഭൂമിക്കടിയിൽ അതിവേഗ തുരങ്ക ശൃംഖലകൾ നിർമ്മിക്കുകയാണ് ബോറിംഗ് കമ്പനിയുടെ ലക്ഷ്യം. നിലവിൽ ലാസ് വെഗാസിൽ ഇതിൻ്റെ ചെറിയൊരു മാതൃക പ്രവർത്തിക്കുന്നുണ്ട്. വിമർശകർ അദ്ദേഹത്തെ അഹങ്കാരിയെന്നും ധിക്കാരിയെന്നും വിളിക്കുമ്പോൾ ആരാധകർ മസ്കിനെ കാണുന്നത് ലോകത്തെ മുഴുവൻ മാറ്റാൻ വന്ന രക്ഷകനായാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ ധനികനായി മാറുമ്പോഴും മസ്കിൻ്റെ കണ്ണ് ഭൂമിയിലല്ല, ചൊവ്വാഗ്രഹത്തിലാണ്. മനുഷ്യനെ ഒരു മൾട്ടി പ്ലാനറ്ററി ജീവിയാക്കുക എന്നതാണ് മസ്കിൻ്റെ ലക്ഷ്യം.